വരുന്നവരും പോകുന്നവരും അങ്ങനെ പലതും പറയും. എന്തായാലും ഇത്രയും കാലം നീ ഉണ്ടായിട്ടല്ലല്ലോ അവരുടെ കാര്യങ്ങൾ നടന്നിരുന്നത്. സിനിമാക്കാരി കൊണ്ടുവന്നതായിരിക്കും അല്ലേ? ആ അതെ മുത്തശ്ശി. ഒരു കാര്യം ചെയ്യും, അവര് തിരിച്ചു പോകുമ്പോ അവരുടെ വണ്ടിയിൽ കയറി നീയും അങ്ങ് പൊയ്ക്കോ. നിന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ. അല്ല മുത്തശ്ശി, എന്നോട് അച്ഛൻ പറഞ്ഞു പൊയ്ക്കോളാൻ. ആഹാ, എന്നാ ഞാൻ പറയുന്നു പോവണ്ട. നീ ഇവിടുന്ന് പുറത്തിറങ്ങിയാലേ ഇവിടെ ഉള്ളവർക്ക് ആദ്യ എന്തു കുഴപ്പമുണ്ടാക്കിയാ തിരിച്ചു വരിക എന്നറിയില്ലല്ലോ. എന്താ അമ്മേ? കണ്ടില്ലേ ഒരുത്തി ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത്? സിനിമാക്കാരുടെ കൂടെ പോവാനാ. പോവണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കഷ്ടമല്ലേ അമ്മേ? ദേവേട്ടൻ അവരോട് വാക്ക് പറഞ്ഞതല്ലേ ഇവിടെ അങ്ങോട്ട് അയക്കാന്ന്. അത് തെറ്റിക്കുന്നത് ശരിയാണോ? അവരാരാ? ഇന്നലെ വന്ന് കണ്ടു പരിചയപ്പെട്ട ഒരുത്തി. അവരോട് വാക്ക് പാലിക്കാൻ മാത്രം ഇത്ര നിർബന്ധം കാണിക്കുന്നത് എന്തിനാ? ഏതായാലും മോള് റെഡിയായില്ലേ അമ്മേ? പോയിട്ട് വരട്ടെ. അനുവദിച്ചു കൊടുത്തു. അവസാനം നോക്കിക്കോ, ഇങ്ങനെയുള്ള ആളുകൾ ഈ വീട്ടിൽ വന്നു കയറി നേരങ്ങും. അതിനൊക്കെ ചൂട്ടുപിടിച്ചു കൊടുക്കാൻ നീയും നിന്റെ ഭർത്താവും എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കും. പക്ഷെ ഇതൊന്നും നല്ലതിനല്ല. അത് മാത്രം ആലോചിച്ചാ മതി. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട, പോയിട്ട് വാ. ആഹാ, ഈ ഡ്രസ് എന്റെ കുട്ടിക്ക് നന്നായി ചേരുന്നുണ്ട്. എനിക്കെന്തോ സർപ്രൈസ് ഉണ്ടെന്നാ വിനയ മാഡം പറഞ്ഞതമ്മേ. ഞാനത് എന്താന്നറിയാനുള്ള വെപ്രാളത്തിലാ. അതിനെന്താ? എന്തായാലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ മുത്തശ്ശി നല്ലൊരു വാക്ക് പറയൂന്ന് നീ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇന്നും അതുണ്ടായില്ല, അത്രേ ഉള്ളൂ. അവര് നല്ല സ്നേഹമുള്ള സ്ത്രീയാ. നിന്നെ നോക്കിക്കോളൂന്ന് അമ്മയ്ക്കറിയാം. എന്നാ ഞാൻ പോട്ടെ. അതെ, തിരിച്ചു വരുമ്പോ മുത്തശ്ശി എന്നെ ഇവിടെ കേട്ടോ? മുത്തശ്ശി കേറ്റിയില്ലെങ്കിൽ വേണ്ട, ഞാൻ കേറ്റിക്കോളാം. പോയിട്ടാ. പോയിട്ട് വാ. തിരുമേനി, എന്താ മോളെ? ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോ അച്ഛനൊന്ന് വിളിക്കാൻ തോന്നി. അത് നല്ല കാര്യ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് വിളിക്കുകയായിരുന്നെങ്കിൽ ഏതു നേരവും മോളുടെ കാര്യങ്ങൾ അച്ഛൻ അറിഞ്ഞുകൊണ്ടിരിക്കാലോ. അതൊരു മനസമാധാനാവും. എന്റെ കാര്യത്തിൽ അച്ഛൻ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോളെ? ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ജീവിക്കേണ്ടത്, അതോ മറ്റു വല്ലവരും പറയുന്ന കേട്ടാണോ? എന്താ ഇങ്ങനെ ഒരു ചോദ്യം? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഓരോ ആളുകൾക്കും ഓരോ ലക്ഷ്യം കാണുമല്ലോ. ആ ലക്ഷ്യം നടപ്പിലാക്കി എടുക്കാനല്ലേ ജീവിതം കൊണ്ട് ശ്രമിക്കേണ്ടത്. ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാവണം. അത് നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും വേണം. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മാത്രമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു കുടുംബത്തിന്റെ ഭാഗമാണ്, സമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പോ അതിൻ്റെതായ നിയന്ത്രണങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അത് നമ്മൾ പാലിക്കുകയും ശീലിക്കുകയും വേണം. അപ്പോ ലക്ഷ്യങ്ങൾ മറന്ന് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? മോളെ, വെള്ളം അന്വേഷിച്ച് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം. അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന വഴിയിൽ നിന്ന് നമുക്ക് വെള്ളം കണ്ടെത്തുകയും ചെയ്യാം. പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരാള് രണ്ടാമത് പറഞ്ഞതാവും ചെയ്യാം. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ട് അന്തം വിടുക, അവരോടൊപ്പം ഞാൻ എത്തിയില്ലല്ലോ എന്ന് പരിതപിക്കുക, ഇതൊന്നും നല്ല കാര്യമല്ല. നമുക്ക് വിധിച്ച സ്ഥലത്തേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എത്തിച്ചേർന്നിരിക്കും. എന്തായാലും അച്ഛന് സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും മോൾ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ.
ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ അച്ഛൻ എന്നെപ്പറ്റി അഭിമാനിക്കും. ഞാനൊരു ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ നടന്ന വഴികളൊക്കെ അച്ഛന് നല്ലതായിട്ട് തോന്നും. എന്നാ പിന്നെ ഞാൻ ഫോൺ വെച്ചോട്ടെ അച്ഛാ. സത്യത്തില് ഇത് ചോദിക്കാൻ വേണ്ടി തന്നെയാണോ മോളെന്നെ വിളിച്ചത്? ഏയ് അല്ലച്ചാ, ഞാൻ വിളിച്ചപ്പോ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ശരി. ആ നമസ്കാരം തിരുമേനി. നമസ്കാരം. തൊഴാൻ നിൽക്കുമ്പോ ഞാൻ തിരുമേനിയുടെ വാക്കുകളെ ശ്രദ്ധിക്കുകയായിരുന്നു. നല്ല ഉപദേശങ്ങൾ ആര് പറയുന്നതും ശ്രദ്ധിക്കണമെന്നാണല്ലോ. അതെ അതെ, അങ്ങനെയുണ്ട്. പക്ഷേ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായും അവിടെ ആയിരിക്കണമെന്നുണ്ട്. ഭക്തരൊക്കെ ഇതുപോലുള്ള ഉപദേശത്തിന് എപ്പോഴും വിളിക്കുമായിരിക്കും അല്ലേ? ഇപ്പൊ ഞാൻ സംസാരിച്ചത് എന്റെ മോളോടാ. മോളെന്ത് ചെയ്യുന്നു? അവളുടെ വിവാഹം ഇപ്പൊ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ അടുത്തുള്ള ഒരു വലിയ തറവാട്ടിലേക്കാ അവിടെ കല്യാണം കഴിച്ചയച്ചത്. പയ്യന്റെ പേര് വരുൺ. തിരുമേനിയുടെ മോളുടെ പേര് പ്രിയങ്ക. പ്രിയങ്ക. അല്ല, ഇതിനു മുമ്പ് ഇവിടെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെന്നാ. ഇവിടെ അടുത്തൊരു ആവശ്യത്തിന് വന്നപ്പോ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടു. എന്നാ തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. എങ്കിൽ വരട്ടെ. ശരി, സന്തോഷം. ഞാൻ പറഞ്ഞതല്ലേ സോണിയ, കൂടെ കൂടെ എന്നെ വിളിക്കരുതെന്ന്. അന്വേഷിച്ച് നടന്നതിന്റെ ഉത്തരം കിട്ടിയാ വിളിക്കണ്ട മേഡം. ശ്യാമ മേഡത്തിന്റെ ഛായുള്ള പെൺകുട്ടി ശ്രീകൃഷ്ണപുരത്തെ പൂജാരിയുടെ മകളാ. റിയലി? ആ, ശ്യാമ മേഡത്തിന്റെ ഫോട്ടോ കണ്ട് ക്ഷേത്രത്തിൽ വന്ന ഒരു ഭക്ത അത് കൺഫേം ചെയ്തു. പിന്നെ ഞാൻ പൂജാരിയോട് നേരിട്ട് സംസാരിച്ചു. മകളുടെ പേര് പ്രിയങ്ക. ഈ അടുത്താണ് വിവാഹം കഴിഞ്ഞത്. ഭർത്താവിന്റെ പേര് വരുൺ. ഗുഡ്. ഇപ്പോഴാണ് സോണിയ പഴയ പോലീസുകാരിയായത്. ഒരു കാര്യം ചെയ്, നേരെ പ്രിയങ്കയെ വിവാഹം കഴിച്ചിരിക്കുന്ന ആളുടെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. അവളെ നേരിട്ട് കാണ്. ഓക്കെ മേഡം. എന്റെ വലിയൊരു തെരച്ചിലിനുള്ള ഉത്തരവാ സോണിയ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ വലിയ വലിയ സമ്മാനങ്ങൾക്ക് സോണിയയ്ക്ക് അർഹതയുണ്ട്. താങ്ക് യു മേഡം. ഞാൻ ഇപ്പോൾ തന്നെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ തരാം. നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? സുഖം. വരാൻ താമസിച്ചപ്പോ ഞങ്ങൾ വല്ലാതെ ടെൻഷൻ അടിച്ചു. 10 മിനിറ്റ് അല്ലേ ലേറ്റ് ആയുള്ളൂ. നമ്മുടെ റോഡിന്റെ കണ്ടീഷൻ നിങ്ങൾക്കറിയില്ലേ? പടം നന്നാക്കാനേ പ്രൊഡ്യൂസറായി എന്നെ കൊണ്ട് പറ്റും. റോഡ് നന്നാക്കാൻ പറ്റില്ലല്ലോ. ശ്രീ ഇന്ന് ഏത് സോങ് എടുക്കുന്നു? മാം, അമ്മയും മോളും തമ്മിലുള്ള ഡുയറ്റ് ഉണ്ടല്ലോ, അത് ഇന്ന് ചെയ്യാം നമുക്ക്. ഓക്കെ. ആ കുട്ടി നേരത്തെ പാടിയോ അതോ? ഇല്ല മാഡം, ഒന്നിച്ചു മതിയെന്നായിരുന്നു എന്റെ താല്പര്യം. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ കുട്ടിയെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടി നന്നായി പാടുന്നുണ്ട്. അല്പം കുഴപ്പങ്ങളുണ്ടായാലും സാരമില്ലടോ. എല്ലാരും തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ. നല്ല ഗായകരും ഉണ്ടാവട്ടെ,
കുടുംബത്തിന്റെ ഭാവി ഭദ്രാക്കണമല്ലോ. എങ്കിൽ ഞങ്ങൾ അകത്തേക്ക് ഇരിക്കാം. ആയിക്കോട്ടെ, വരും വേണം. ഇത്രയും വലിയ ഗായികയായിട്ടും അവരുടെ ഒരു എളിമ കണ്ടോ? വേറെ ചിലര് പുതിയ കുട്ടികൾ വരുമ്പോ അവരുടെ തലയെ ചവിട്ടി ഇല്ലാതാക്കാനേ ശ്രമിക്കൂ. ശ്യാമ മേഡം എപ്പോഴും അങ്ങനെയാ, എല്ലാവരോടും ഒരു കാരുണ്യം നിറഞ്ഞ പെരുമാറ്റ. ഹരി, എല്ലാം ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യ്. ആഹാ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. രാധിക, സുബിൻ, ഞാൻ വന്നോളാം. ശരി മാഡം. വന്നിട്ട് കുറെ നേരമായോ? ഞാൻ പറഞ്ഞതിലും കുറച്ച് നേരത്തെ വന്നു. വൈകിയ പിന്നെ മാഡത്തിന് ബുദ്ധിമുട്ടാവുമല്ലോ. ഓ, അങ്ങനെയൊന്നുമില്ല. ഈ ഡ്രസ്സ് രാധികയ്ക്ക് നന്നായി ചേരുന്നുണ്ട്. താങ്ക് യു മാഡം. മാഡം, എന്താ ഞാൻ വരുമ്പോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ? സർപ്രൈസ് ഉണ്ട്, പക്ഷേ അതിപ്പോ തന്നെ കാണിച്ചു തരാൻ പറയരുത്. എന്താ മാഡം, പറയൂ. ഇവിടുത്തെ മ്യൂസിക് സ്റ്റുഡിയോയില് ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. ഉം. ആരാ പാടുന്നറിയോ? ശ്യാമ മാഡം. ആണോ? അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ശ്യാമ മാഡത്തിന്റെ ടൈം ഒന്ന് നോക്കട്ടെ. ഫ്രീ ആയിരിക്കുമ്പോ ഞാൻ തന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി തരാം. ഉം. എന്താ? അതെ, സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ കാര്യമാണെന്നൊന്നും ഞാൻ കരുതിയില്ല. മാഡത്തിനെ കണ്ടുമുട്ടിയത് മുതല് എന്തൊക്കെ ഭാഗ്യങ്ങളാ എനിക്ക് വരുന്നേ. പിന്നെ വീടിന്റെ അയൽവക്കത്തുള്ളവരൊക്കെ വിനയ മാഡത്തിന്റെ കാര്യങ്ങളൊക്കെ എന്നോടാ ചോദിക്കുന്നേ. എങ്ങനെ കമ്പനി ആയത്, ഇത്രയും തിരക്കുള്ള ഒരാള് എങ്ങനെയാ വീട്ടിൽ വന്നേ, ചോദ്യങ്ങളോട് ചോദ്യം തന്നെയാ. എന്നിട്ട് ഞാൻ പറഞ്ഞു മാഡം എന്നെ മോളെ പോലെ കാണുന്നെന്ന്, ഒരു ഗമയ്ക്ക് വേണ്ടി. അത് സത്യമല്ലേ? ഞാൻ മോളെ പോലെ തന്നെയല്ലേ കാണുന്നത്, പിന്നെന്താ? മാഡം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാലും എന്നെ പോലൊരാളൊക്കെ. നോക്കുമോളെ, എനിക്കൊരാളെ കുറിച്ചൊരു കാര്യം തോന്നിയാല് അതിൽ പിന്നെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മോളെ പോലെയല്ല, മോള് തന്നെ. വന്നേ. നമസ്കാരം മാഡം. ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാലോ അല്ലേ? പിന്നെന്താ, തുടങ്ങാം. രാധിക, മോൾ അങ്ങോട്ടിരുന്നോ. ഡബിംഗ് കാണണമെന്നുണ്ടോ? വേണ്ട മാഡം, ഞാനിവിടെ ഇരുന്നോളാം. ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും, ഞാൻ വന്നോളാം. ആ, വരൂ. മേഡം, ഇത് ടീന. യൂണിവേഴ്സിറ്റി കലോത്സവത്തില് ഇത്തവണ ടീനയ്ക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. മോള് ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ടല്ലോ? ഉണ്ട് മാഡം. എത്ര വർഷമായി? ഞാൻ 5 വയസ്സ് മുതലേ പഠിക്കുന്നുണ്ട്. ഓ, മിടുക്കി. പാടാനുള്ള ഓഫർ എപ്പോ വേണമെങ്കിലും വരാം. പക്ഷേ സംഗീത പഠനം ഒരു കാരണവശാലും നിർത്തരുത്. സംഗീതം ഒരു സമ്പത്താ. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന സമ്പത്ത്.
ഇതെന്റെ അച്ഛനാണ് മാഡം. മാം, കുട്ടി ഓക്കെയാണ്. നേരെ ടേക്കിലേക്ക് പോണോ അതോ ഒരു ജോയിൻ റിഹേഴ്സൽ വേണോ? അതിനെന്താ, നമുക്ക് നോക്കാം. ഓക്കെ മാഡം. ടീന, നോക്കാം. എന്തു പറ്റി? ഇതുവരെ ഓക്കെ ആയിരുന്നല്ലോ. ഒന്നുകൂടി നോക്കാം. ഇതുവരെ പുഷ്പം പോലെ പാടിക്കൊണ്ടിരുന്ന കുട്ടിയാ. മോൾക്ക് പേടി കൊണ്ടാ മാഡം. മാഡത്തിനെ പോലെ ഒരാളുടെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, എനിക്ക് മനസ്സിലാവും. പേടിക്കേണ്ടടോ. നമ്മുടെ മുന്നിലിരിക്കുന്നത് ആരാണെന്നല്ല, നമ്മുടെ മനസ്സിലിരിക്കുന്ന സംഗീതത്തിൽ നമ്മൾ കോൺഫിഡൻസ് ആണോ എന്ന് മാത്രം നോക്കേണ്ടതുള്ളൂ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമുക്കറിയാവുന്ന സംഗീതം അതിൻ്റെ ആഴത്തിൽ പാടാനാവും. മോളൊന്നുകൂടി ശ്രമിക്കാം. ശ്രീ, ഇപ്പൊ എന്താ ചെയ്യാ? സോറി മാഡം, ഞാനിപ്പോ ഒരുപാട് റിഹേഴ്സൽ കൊടുത്തതാ. നന്നായിട്ട് പാടുകയും ചെയ്തിരുന്നു. ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇരിക്കുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ കുട്ടി തനിച്ച് പാടട്ടെ. അല്ല മാം. പിണക്കവും ദേഷ്യമൊന്നും അല്ലടോ. ആ കുട്ടിക്ക് അല്പം ഫ്രീഡം കൊടുക്കുന്നു. ഞങ്ങൾ റൂമിൽ ഇരുന്നോളാം. എല്ലാം ഓക്കെ ആവുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ബുദ്ധിമുട്ടായല്ലേ മാഡം? എൻ്റെ തുടക്കകാലത്ത് എനിക്ക് വേണ്ടി വേറൊരാൾ ഇതുപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഈ കുട്ടിയുടെ തുടക്കത്തിൽ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഇതൊക്കെ സാധാരണ അല്ലേ? അശ്വതീച്ചി വരും. ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇട്ടിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. ശരിയാ, ഇത്രയും വലിയൊരാളിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ടീന, വാട്ട് ഹാപ്പൻ? തുടങ്ങാമോ നമുക്ക്? ഓക്കെ സർ. റെഡി മാഡം?
എല്ലാ കണക്കുകൂട്ടലും അങ്ങ് പോകും. രാജകുമാരനെ പോലെ കാണണമെന്ന് വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾ തെരുവിലോ ആളുകൾ തല്ലുകൂടുന്നതിന്റെ ഇടയിലോ ഒക്കെ നിൽക്കുന്നത് കാണുമ്പോ വയറിനകത്തൊരു എരിച്ചിലുണ്ടാകും. അമ്മ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മാഡം, പെർഫെക്റ്റ്.